ളുഹർ നിസ്കാരം മക്ബറയുടെ മുന്നിൽ പോയി ഉസല്ലി ഫർള് ളുഹർ 4 റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാൻ ലി കടുവയിലുപ്പ അല്ലാഹു അക്ബർ. അവിടെ ശിർക്ക് വന്നു. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹുവിനോട് അല്ലാഹ് അല്ലാത്ത മറ്റൊരു വസ്തുവിനെയും പങ്കു ചേർക്കല്ലേ. എങ്ങനെ പങ്കു ചേർക്കാതിരുന്നാൽ നിനക്ക് സ്വർഗത്തിൽ പോകാം എന്ന് മുഹമ്മദ് മുസ്തഫ സാഹചര്യം പഠിപ്പിച്ചു കൊടുക്കുക. സ്വർഗത്തിൽ കയറാനുള്ള മരുന്ന്. നമുക്ക് സ്വർഗത്തിൽ പോട്ടെ, സ്വർഗത്തിൽ പോട്ടെ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർ ഒന്ന് കയ്യെന്ന് നിனைക്കുന്നത്. അതുപോലും ആഗ്രഹിക്കുക. എന്റെ പതുക്കെ പതുക്കെ അനുക്കുന്നത്. അവൻ പോകുകയാണ് ഞാനും പോകുക, ഞാൻ പോകുക. അപ്പൊ അങ്ങനെ നീ സ്വർഗത്തിൽ നീ സ്വർഗത്തിൽ ഞാനീ പോകണം, നീ സ്വർഗത്തിൽ എനിക്ക് പോകണം, അല്ലാതെ പോകാനല്ല. എന്നാൽ സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവർ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, വലാ തുശ്രികൂ ബിഹി ശൈആ. അതിനെ സംബന്ധിച്ച് വളരെ വിശാലമായി സംസാരിക്കേണ്ടതാ. അതിനെ സംബന്ധിച്ച് വിശാലമായി സംസാരിക്കേണ്ടത് കൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറയുക, പൊന്നുമോനെ നിനക്ക് സ്വർഗത്തിൽ കടക്കണമോ, നിസ്കാരത്തെ നീ നിലനിർത്തുക. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയാ, നിസ്കാരം നിലനിർത്തുക. അപ്പൊ പള്ളിയിൽ പോകുന്നത് എങ്ങനെ? ഒരു ദിവസം ചെല്ലുമ്പോൾ ആഴ്ച ഇമാം മറ്റെങ്ങനെ മാറിയ ഇപ്പൊ ഇയാളാ വെള്ളിയാഴ്ച കൊച്ചുപെരുന്നാളിന് വലിയ പെരുന്നാളിന് വന്ന് അടുത്ത കൊച്ചുപെരുന്നാളിന് എടുത്തത്. വലിയ പെരുന്നാൾ വരാൻ പറ്റില്ല, വലിയ പെരുന്നാളിന് വൈദ്യന്റെ അടുത്ത് പോകണമായിരുന്നു. അപ്പൊ അടുത്ത കൊച്ചുപെരുന്നാളിന് അപ്പൊ അദ്ദേഹം മാറി. ഇപ്പൊ ഇയാളല്ലേ ഞാനും ഉറങ്ങുവാ അല്ലേ? താനറിയാൻ വയ്യ, പള്ളി വരുന്നില്ല. എന്താ അല്ലാഹുവിന്റെ റസൂൽ എന്താ?